രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഓഫീസിന് മുന്നിൽ തടയുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ MLA ഹോസ്റ്റലിന് മുന്നിൽ തടയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്നത്. MG പ്രതീഷ് വിവരങ്ങൾ ചേർന്ന്. പ്രതിഷേധം ആരുടെ വകയാണ്? ഹാഷ്മി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ പ്രതിഷേധം SFIയുടെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നു. ഈ നിയമസഭാ MLA ഹോസ്റ്റലിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് SFI പ്രവർത്തകർ വാഹനം തടഞ്ഞ് പ്രതിഷേധിക്കുന്നത്. ഈ നിയമസഭാ MLA ഹോസ്റ്റലിന് പുറകുവശത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതിനായി ഇറങ്ങിയതാണ് എന്നതാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ അപ്പോഴേക്കും SFI പ്രവർത്തകർ രാഹുലിനെ തടഞ്ഞിരിക്കുന്നു. പക്ഷേ മറ്റ് പ്രകോപനങ്ങളൊന്നും തന്നെ ഇല്ല. രാഹുൽ വണ്ടിയിൽ തന്നെ തുടരുകയാണ്. വണ്ടിയിൽ നിന്ന് രാഹുൽ പുറത്തിറങ്ങിയിട്ടില്ല. നിലവിൽ ഈ പ്രതിഷേധക്കാർക്ക് മുമ്പിൽ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. വലിയ പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിക്കുകയാണ്. MLA സ്ഥാനം രാഹുൽ രാജിവെക്കണമെന്നതാണ് SFI പ്രവർത്തകരുടെ ആവശ്യം. 15-ലധികം വരുന്ന SFI പ്രവർത്തകരാണ് നിലവിൽ രാഹുലിനെതിരെ പ്രതിഷേധിക്കുന്നത്. ഈ കാറിന് മുന്നിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. അപ്രതീക്ഷിതമായിരുന്നു ഇത്തരത്തിലൊരു പ്രതിഷേധം SFI പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ആ സമയത്ത് മറ്റ് പോലീസോ ആരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ചില കൂടുതൽ പോലീസുകാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമമൊക്കെ തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ SFI പ്രവർത്തകർക്ക് മുന്നിൽ കാർ നിർത്തി രാഹുൽ ആ കാറിനുള്ളിൽ തന്നെ ഇരിക്കുകയാണ്. മാധ്യമങ്ങളോട് കൂടുതൽ പ്രതികരിക്കാനൊന്നും തന്നെ രാഹുൽ തയ്യാറായിട്ടില്ല. അല്പസമയത്തിനകം രാഹുൽ മാധ്യമങ്ങളെ കാണുമെന്നൊക്കെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും തന്നെ ഒരു പ്രതികരണത്തിനും രാഹുൽ തയ്യാറായിട്ടില്ല. അതിന് വിശദമായി ഈ കാര്യങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങളോട് പറയുമെന്നാണ് രാഹുലുമായുള്ള അടുത്ത ബന്ധമുള്ളവർ അറിയിച്ചിരുന്നത്. അതിന് തയ്യാറെടുത്ത് രാഹുൽ ഇറങ്ങിയതാണ് എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അപ്പോഴാണ് SFIയുടെ ഒരു അപ്രതീക്ഷിത പ്രതിഷേധമുണ്ടായത്. ഈ കൂടുതൽ പോലീസുകാരൊക്കെ തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഈ നിയമസഭയ്ക്ക് പുറത്തും ഒപ്പം MLA ഹോസ്റ്റലിന് ഉൾപ്പെടെ വലിയ സുരക്ഷ ഒരുക്കിയിരുന്നു. പക്ഷേ രാഹുൽ ഈ MLA ഹോസ്റ്റലിന് പുറകുവശത്തെ ഗേറ്റ് വഴി ഇറങ്ങുമ്പോഴാണ് SFI പ്രവർത്തകർ രാഹുലിന്റെ വാഹനം തടഞ്ഞത്. ഈ SFI വലിയ മുദ്രാവാക്യം രാഹുലിനെതിരെ മുഴക്കുകയാണ്. രാഹുൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഈ SFI പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റി ഞങ്ങളിവിടെ കാണിച്ചതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഞങ്ങളിവിടെ ഉണ്ട്. നിങ്ങളുടെ ബാക്കിൽ ആ ജില്ലാ പ്രസിഡന്റ് ഉണ്ടല്ലോ, യൂത്ത് കോൺഗ്രസിന്റെ പുള്ളി ഉണ്ടായിരുന്നല്ലോ. പുള്ളി ഇപ്പൊ എവിടെയാണ്? പുള്ളി കാണിക്ക് പുള്ളി എവിടെയാണ്? ഇത്രയും നേരം നിങ്ങളോടൊപ്പം ആ ജില്ലാ പ്രസിഡന്റ് അതിനകത്തുണ്ടല്ലോ. ആ ജില്ലാ പ്രസിഡന്റ് എവിടെ? നിങ്ങൾ കാണിക്ക്. ഞങ്ങളുടെ പ്രതിഷേധം കാണിച്ചതേ ഉള്ളൂ. ഞങ്ങൾ ഇവിടെയൊക്കെ ഉണ്ടെന്ന് കാണിച്ചതാണ്. ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഞങ്ങൾ അതിനപ്പുറം ആക്രമിക്കാനോ ഒന്നും വന്നതല്ല. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനപ്പുറം ചെയ്യാം. ഞങ്ങൾ ആക്രമിക്കാമെന്ന് വന്നതല്ല. ഞങ്ങളിവിടെ ഉണ്ടെന്ന് കാണിക്കാനാണ് കേട്ടോ. ഞങ്ങളിവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി കേട്ടോ. SFI പ്രവർത്തകരെ ഇവിടെ നിന്ന് പിന്തിരിപ്പിക്കാൻ പോലീസ് ശ്രമിക്കുകയാണ്. ബലം പ്രയോഗിച്ച് ഇവിടെ നിന്ന് മാറ്റാനുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഈ വാഹനം കടത്തിവിടാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. വാഹനം മറ്റൊരു വശത്തുകൂടി കടന്നുപോകാൻ പോലീസ് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ അപ്പോഴും വാഹനം നിർത്തിയിട്ടിരിക്കുകയാണ്. രാഹുൽ കൂടുതൽ പ്രതികരണത്തിന് ഒന്നും തയ്യാറായിട്ടില്ല. മാധ്യമങ്ങളോട് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. പിന്നീട് പ്രതികരിക്കാമെന്നുള്ള നിലപാടാണ് ഇപ്പോൾ രാഹുൽ പറയുന്നത്. ഈ വാഹനം നിന്ന് മാറ്റാൻ പോലീസ് തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടും ഈ വാഹനം മാറ്റാൻ രാഹുൽ തയ്യാറായിട്ടില്ല. ഇപ്പോൾ DCP ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. DCP രാഹുലുമായി ആശയവിനിമയം നടത്തുകയാണ്. രാഹുലിനെതിരെ മുദ്രാവാക്യം ഇവിടെ ഉണ്ടാവുന്നുണ്ട്. SFI പ്രവർത്തകരാണ്. അധികം സംഖ്യ SFI പ്രവർത്തകർ രാഹുൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണെന്ന് തോന്നുന്നു. അവിടെ വെച്ച് കാണാന്ന് പറഞ്ഞു. ഞാൻ കാണാന്ന് പറഞ്ഞപ്പോൾ MLA ഹോസ്റ്റലിൽ മാധ്യമങ്ങളോട് സംസാരിക്കാമെന്നാണ് രാഹുൽ പറയുന്നത്. പക്ഷേ SFI പ്രവർത്തകർ രാഹുലിന്റെ വഴി അവിടെ തടഞ്ഞു. ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് MLA വരുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം ഇക്കാര്യത്തിൽ മറുപടി ഉണ്ടാവോ? ഇപ്പൊ അവിടെ വെച്ച് കാണും. MLA ഹോസ്റ്റലിനകത്ത് വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കാമെന്നാണ് രാഹുൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് രാഹുൽ എത്തുന്നത്. നേരത്തെ രാഹുൽ മാധ്യമങ്ങളോട് സംസാരിക്കുമെന്ന് അറിയിച്ചിരുന്നു. എന്താണ് രാഹുൽ പറയുക? ഇക്കാര്യത്തിലൊക്കെ രാഹുലിൻ്റെ ഒരു പ്രതികരണം, രാഹുലിൻ്റെ വിശദമായ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല.
ഇടയ്ക്ക് ഒരു തവണ മാധ്യമങ്ങളെ കണ്ടതല്ലാതെ. അപ്പോൾ ഒരു വിശദമായ പ്രതികരണം ഒരുപക്ഷെ ഉണ്ടായേക്കാം. അപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.